വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ഫാക്സ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ ത്രെസ് കാന്തോസ് വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഒന്നാം ലോകമഹായുദ്ധത്തിലെ മുന്നണി പോരാളിയായിരുന്നു ലിവർപൂളിലെ ജാക്ക് ട്രെയ്നർ. യുദ്ധത്തിൽ സജീവമായ രംഗത്തുണ്ടായിരുന്ന അദ്ദേഹം ഒരു ദിവസം മുറിവേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. രോഗം ഭേദമായപ്പോൾ വീണ്ടും അദ്ദേഹം യുദ്ധത്തിൻ്റെ മുന്നണിയിലെത്തി. 1915 തുർക്കികളുടെ വെടിയേറ്റ് അദ്ദേഹത്തിൻ്റെ നെഞ്ചും വലത്ത് കൈയും തുളയുന്നുണ്ട്. ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചു. വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹത്തിനെ സുഖപ്പെടുത്തുവാൻ ആവില്ല എന്നായിരുന്നു വിധി എഴുതിയത്. 1923 ജാക്ക് ട്രെയ്നർ ലൂർദിലെ പരിശുദ്ധ കന്യകയുടെ സന്നിധിയിലെത്തി. അവിടെ വെള്ളത്തിൽ കുളിച്ചു. 9ാം തവണ കുളിക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേക അനുഭൂതി അനുഭവപ്പെടുകയാണ്. ജാക്ക് ട്രെയ്നർ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു, യേശു ക്രിസ്തു എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം അദ്ദേഹത്തെ ഉപേക്ഷിച്ച ഡോക്ടർമാർ വീണ്ടും പരിശോധന നടത്തി. ലോകത്തിന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്ത ഏതോ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവർ അംഗീകരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെയും, പരിശുദ്ധ കന്യകയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്ക ദിനങ്ങളിലൂടെ നാം കടന്നു പോവുകയായിരുന്നുവല്ലോ. ഈശോനാഥൻ പരിശുദ്ധമ്മയിലൂടെ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുത കൃത്യങ്ങളെ, അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും സർവേശ്വരന് നന്ദി അർപ്പിക്കുകയും ചെയ്യാം. ഇന്ന് ആണ്ടുവട്ടത്തിലെ 23ാം ഞായറിൽ തിരുസഭാ മാതാവ് തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികളെക്കുറിച്ച് ധ്യാനിക്കുവാനായി നമ്മെ ക്ഷണിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35ാം അധ്യായത്തിൽ നിന്നുള്ള 1ാമത്തെ വായന. ഭയപ്പെട്ടിരിക്കുന്നവരോട് ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ എന്നരുൾ ചെയ്യുന്നു. ദൈവം തൻ്റെ പ്രതിഫലത്തിലൂടെ നമ്മെ രക്ഷിക്കുമെന്നും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നും ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ലെന്നും തുടങ്ങി പല വാഗ്ദാനങ്ങളും യെശയ്യാ പ്രവാചകൻ നൽകുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശു ഗലീലി കടൽ തീരത്ത് എത്തിയപ്പോൾ ബധിരനും സംസാരത്തിന് തടസ്സമുള്ളവനുമായ വ്യക്തിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. യേശു ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണപ്പെടുന്ന ഈ അത്ഭുതം യേശുവിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ കൂടുതൽ മികവുറ്റതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഒരു ചെറിയ സമൂഹത്തിൻ്റെ താല്പര്യം കൊണ്ട് യേശുവിൻ്റെ മുന്നിലെത്തിയ വ്യക്തിയുടെ രോഗസൗഖ്യം വിശ്വാസികളുടെ വചനപ്രഘോഷണത്തിലേക്കും പ്രവാചക ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കും നയിക്കപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷ ഭാഗത്തെ ഓരോ പ്രവൃത്തിയും ഹൃദ്യമായ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, ബധിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവരുമായ ഒരുവനെ അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. മറ്റുള്ളവരുടെ ആവശ്യത്തിൽ അവരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ എന്ന സന്ദേശം അവരുടെ പ്രവൃത്തി നമുക്ക് നൽകുന്നു. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 2ാം അധ്യായത്തിൽ നിന്നുള്ള ഇന്നത്തെ 2ാമത്തെ വായനയും നമ്മോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് പക്ഷപാതമില്ലാതെ വിവേചനമില്ലാതെ ഇറങ്ങിച്ചെല്ലുവാനാണ്. പ്രത്യേകമായി പാവപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ആഹ്വാനം വിശുദ്ധ യാക്കോബ് നൽകുന്നുണ്ട്. രണ്ടാമതായി,
അവൻ്റെ മേൽ കൈകൾ വയ്ക്കുവാൻ അവർ യേശുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. സാധാരണയായി കൈവയ്പ് വഴിയാണ് ദൈവാനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ യേശുവിനോട് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് അവനെ ദൈവിക അനുഭൂതിയിലേക്ക്, സൗഖ്യത്തിലേക്ക് നയിക്കുവാനായിട്ട് അവർ അപേക്ഷിക്കുകയാണ്. മൂന്നാമതായി യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. വ്യക്തിപരമായ ഇടപെടലുകളും ബന്ധവും പരിഗണനയുമാണ് ഒരു വ്യക്തിക്ക്, രോഗിയായ ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള പ്രഥമ മരുന്നെന്ന് ഈശോനാഥൻ ഓർമ്മിപ്പിക്കുകയാണ്. യേശു ചെയ്ത ഓരോ കാര്യങ്ങളും അവനെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അവൻ്റെ ചെവികളിൽ വിരലുകളിടുന്നു, തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിക്കുന്നു, സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് എഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് അരുൾ ചെയ്യുന്നു. ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു, നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതീകാത്മകമായി ദൈവത്തിൻ്റെ വചനത്തോട് ബധിരനായിരുന്ന അവൻ ദൈവവചനം കേൾക്കുവാനായി ആരംഭിച്ചുവെന്നും ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നാവിന് തടസ്സമുണ്ടായിരുന്ന അവൻ ശുഷ്കാന്തിയോടെ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇവിടെ അർത്ഥമുണ്ട്. നാലാമതായി, ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു അവരെ വിലക്കുന്നുണ്ട്. കാരണം അത്ഭുത പ്രവർത്തകൻ എന്നതിനേക്കാൾ, രോഗസൗഖ്യം കൊടുക്കുന്നവൻ എന്നതിനേക്കാൾ ഉയർന്ന ഒരു തനിമ വിശുദ്ധ മർക്കോസിന് യേശുവിനെ പറ്റി വരച്ച് കാണിക്കാനുണ്ടായിരുന്നു. യേശുവിൻ്റെ ആ ഉയർന്ന വ്യക്തിത്വം വെളിപ്പെടുക കുരിശിലും ഉത്ഥാനത്തിലുമാണ്. ആ വെളിപാട് നൽകുന്നതുവരെ യേശുവിൻ്റെ തനിമ രഹസ്യമായി വയ്ക്കണം. അതിനായിരുന്നു ഈ വിലക്ക്. എന്നാൽ എത്രമാത്രം അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവരത് പ്രഘോഷിക്കുകയാണുണ്ടായതെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വ്യക്തിത്വം കുരിശിലും ഉത്ഥാനത്തിലും വെളിപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് യേശുവിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിക്കേണ്ടത്, അവിടുത്തെ രക്ഷാകരമായ വചനത്തിന് സാക്ഷ്യം നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ തിരുവചന ഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതങ്ങളെ വിലയിരുത്താം. ദൈവത്തിൻ്റെ വചനത്തോട് നാം ബധിരരാണോ? ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നമ്മുടെ നാവിന് തടസ്സമുണ്ടോ? അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യങ്ങളിൽ നമ്മിലേക്ക് കടന്നു വരുന്ന ദിവ്യകാരുണ്യ ഈശോ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ, ദൈവത്തിൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായോടൊപ്പം നമുക്കും പ്രഘോഷിക്കാം, വിശുദ്ധ കുർബാനയാണ് എൻ്റെ ദിവസത്തിൻ്റെ രഹസ്യം. ആമേൻ.